വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. റിസപ്ഷന് നമ്മൾ ഗസ്റ്റായിട്ട് ഒരു ഗസ്റ്റിൻ്റെ ഒരു റിസപ്ഷൻ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു ഗസ്റ്റ് ലുക്കാണ് എൻ്റെ ബ്രദറിൻ്റെ ആ ഒരു റിസപ്ഷൻ ടൈം ഞാൻ ചെയ്തിട്ടുണ്ടായത്. പിന്നെ കുറച്ചൊരു ഡ്രസ്സ് ലെഹങ്ക എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ളതായിരുന്നു. ബ്ലൗസ് ആയാലും അതിൻ്റെ സ്കേർട്ടൊക്കെ ആയാലും ഷാളായാലും അതായത് ദുപ്പട്ട ആയാലും എല്ലാം കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫേസിൽ കുറച്ചൊരു ലൈറ്റായിട്ട് ഉള്ളൊരു ചെറിയൊരു ലൈറ്റായിട്ട് നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഒരു കുറച്ചൊരു ഗ്ലോ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ അധികം ഓവറായിട്ട് നമ്മൾ അതായത് ഹെവി ആയിട്ട് മേക്കപ്പ് പ്രോഡക്ട്സോ അങ്ങനെയൊന്നും ഇടാണ്ട് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ രാത്രി ആയിരുന്നു ഈ ഫംഗ്ഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അങ്ങനെ മോയ്സ്ചറൈസർ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. നമ്മൾ ബേസിക് സ്കിൻ കെയറിൽ അത് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ ഒരു രാവിലത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മളത് സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് മോയ്സ്ചറൈസർ മാത്രമാണ്. അതിന് ശേഷം ചെയ്തിട്ടുണ്ടായത് ഈ ഒരു CC ക്രീമാണ് ലാക്മേൻ്റെ. അത് നമുക്ക് ലൈറ്റ് ആയിട്ട് അത് നമ്മളെ ഷെയ്ഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പുട്ടിയിട്ട പോലെയൊന്നും തോന്നില്ല. എൻ്റെ ഇപ്പോൾ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞത് 01 ബീച്ചാണ്. നമുക്കിതിങ്ങനെ കാണുമ്പോൾ കുറച്ചൊരു നമ്മളെ സ്കിന്നിനെക്കാട്ടിയും ഡാർക്കായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല, വളരെ ലൈറ്റാണ്. എൻ്റെ സ്കിന്നുമായിട്ട് നല്ല മാച്ചായിട്ട് നിൽക്കുന്നൊരു കളറാണ്. നെക്കിലിടാൻ മറന്നു വരുത്. ചില സമയത്ത് നമുക്ക് ആ ഒരു ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ബ്രൈറ്റായിട്ട് തോന്നും. നിങ്ങൾക്ക് കാണുന്നതിന് മനസ്സിലാവും നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ഫേസിൻ്റെ അതേ കളറാണ്. ഒക്കെ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നമ്മൾ പുട്ടിയിട്ട പോലെ ഒന്നുമില്ല, പക്ഷെ നമുക്കൊരു കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ഒരു ഗ്ലോ കിട്ടിയ പോലെയുണ്ട്. ഇനിയത്തെ സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. കാരണം ഞാനിതൊരു രാത്രിയത്തെ പരിപാടി ആയതുകൊണ്ട് കുറച്ചൊരു ഗ്ലോ ആയിട്ടാണ് ഉണ്ടായത് ഫേസൊക്കെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ, അധികം ഗ്ലോ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. ഫേസസ് കാനഡേൻ്റെ കോമ്പാക്ട് പൗഡറാണ് എൻ്റെ അടുത്തുള്ളത്. 02 നാച്ചുറൽ ഷെയ്ഡാണ്. വേണമെങ്കിൽ നമുക്ക് അത്ര ഗ്ലോ വേണ്ട, വലിയൊരു സാധാരണ മാറ്റ് ഫിനിഷിലാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഇത് യൂസ് ചെയ്യാം. ഞാൻ ഗ്ലോ വേണമെന്നുള്ളത് കൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. അതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ടായത് ചെറുതായിട്ടൊരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിനി. അതുപോലെ തന്നെ ചെറുതായിട്ട് കൂടി ഒരു ഐലൈനർ മാത്രം ചെയ്തിട്ടുണ്ടായിനി. വേറെ ഇങ്ങനെ കണ്ണിൻ്റെ താഴെയൊന്നും എന്താ പറയുക അങ്ങനെ ഒരു കൺമിഷൻ അങ്ങനത്തെ സംഭവം ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ലാക്മേൻ്റെ ഐക്കോണിക്കിൻ്റെ ഇതാണ് എടുക്കുന്നത്. ഞാൻ മുകളിൽ കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഞാൻ ഇപ്പോൾ പൊതുവേ ഞാൻ താഴെ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല, മുകളിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി നമ്മളെ ഫേസ് കുറച്ചും കൂടി എന്താ പറയുക കണ്ണൊക്കെ കുറച്ചും കൂടി വലിപ്പം കൂടിയ പോലെ. ഇനി ഈ മസ്കാരയാണ്. ഇതും മേബെല്ലിൻ്റെ കൊളോസൽ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഇത് നമുക്ക് ഒരൊറ്റ ഇതിൽ കൊടുത്താൽ തന്നെ ഞാൻ കണ്ണിൻ്റെ മുകളിൽ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ, അങ്ങനെ താഴത്തെ ലാഷസിന് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ 2 കണ്ണിലും മുകളിൽ മാത്രമാണ് ലാഷസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഐബ്രോസ് ഞാൻ ചെറുതായിട്ടൊന്ന്
ചെറുതായിട്ട് ഐബ്രോസ് കൂടുതലൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ചെറുതായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പം ഞാൻ 2 കണ്ണും അതുപോലെ തന്നെ ഐബ്രോസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം മാത്രമേ ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ മെയിനായിട്ട്. പിന്നെ ചെയ്തിട്ടുണ്ടായത് നമ്മളെ ലിപ്സിന് അധികം കുറച്ച് ന്യൂഡായിട്ടുള്ള, എൻ്റെ ലിപ്സിനത് ഇടുമ്പോൾ കുറച്ചൊരു ന്യൂഡായിട്ടുള്ള ഷെയ്ഡാക്കിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ ലിപ്പ് ലൈനർ ചെറുതായിട്ട് നമ്മൾ ലിപ്പ് ലൈനർ ലിപ്സിന് കുറച്ചും കൂടി ഈ ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ടൈം കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ചും കൂടി പെട്ടെന്നത് പോവില്ല. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ഫേസിലത് കുറച്ചും കൂടി അത് ബ്രൈറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏത് ഷെയ്ഡാണോ ഉപയോഗിക്കുന്നത്, ചില ഷെയ്ഡ് ഉപയോഗിക്കുന്ന ടൈം നമുക്ക് കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടും തോന്നും, ചിലത് നമുക്ക് ന്യൂഡായിട്ടും തോന്നും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എടുക്കുന്നത് സ്റ്റേസ് 929 ഹോം മൈ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നൈറ്റിലൊരു രാത്രിയത്തെ ഫങ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ലിപ്സിൽ കുറച്ചും കൂടി ഒരു ഫേസിൽ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയായിരുന്നു ആ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത്. അത്രയും ലൈറ്റായിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. നമ്മളെ ഫേസിൽ അങ്ങനെ ഒരു പുട്ടിയടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. കൂടുതലും നമുക്ക് ലിപ്സ്റ്റിക് ആയിരിക്കും കുറച്ചും കൂടി നമ്മൾ എടുത്ത് ഇതിൽ, പക്ഷേ ഈ ഒരു ഇതിൽ കാണുന്ന അത്രയും എടുത്തിട്ടല്ല ലിപ്സ്റ്റിക് ഉള്ളത്, കുറച്ചും കൂടി ലൈറ്റായിട്ടാണ്. ഇത് കുറച്ചും കൂടി ലൈറ്റും കാര്യമെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ചിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയായിരിക്കും. ഇനി അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സും കൂടി ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു ഇത് കിട്ടും. അപ്പം ഇതായിരുന്നു ആ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്, റിസപ്ഷൻ ലുക്ക്. ഫുള്ളായിട്ട് ഇങ്ങനെ നെറ്റാണ് വരുന്നത്. നെറ്റിൻ്റെ അകത്ത് ചെറിയ ചെറിയ സ്റ്റോൺ വർക്കാണ്. അതുപോലെ തന്നെ ഷാളിലും ഈ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ ബീഡ്സ് വർക്ക് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ സ്കേർട്ടിൻ്റെ താഴോട്ടാണ് കുറച്ചും കൂടി ഹെവി ആയിട്ട്, ബാക്കിയെല്ലാം ചെറിയ ചെറിയ ബീഡ്സ് വർക്കാണ്. ഞാൻ പക്ഷെ ആ ഒരു റിസപ്ഷൻ ലുക്കിൽ ആ ഒരു ടൈം ഞാൻ ഷാൾ ഇങ്ങനെയായിരുന്നു ഇട്ടിട്ടുണ്ടായത്. ഷാൾ കൂടി ഒരു പിൻ ചെയ്ത് വെച്ചിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.